ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്നിപ്പോ പറയുന്നതേ ഒരു സിമ്പിൾ ടോപ്പിക്. ചിലര് സമൂഹത്തിൽ എത്ര നല്ല ആൾക്കാരായിരിക്കും, സമൂഹത്തില് നല്ല ക്വാളിറ്റി ഉള്ള എത്ര നല്ല ആൾക്കാരാണെന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ അവർക്കൊരു വിലയില്ലാത്തതുപോലെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് സീരിയസ് ലിനിക്ക് തോന്നിയിട്ടുണ്ട്. ലിനിക്ക് നല്ല വിലയുണ്ട്, ലിനി നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, പക്ഷെ സമൂഹം എന്ത് ചെയ്യത്തില്ല, ലിനിയെ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നു, നമ്മൾ ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ജനം അത്തരത്തിൽ നമ്മളെ കാണുന്നില്ല. ഇനി ഇച്ചിരി താഴോട്ട് വെച്ചേ, പട്ടിയും കൊണ്ടൊന്ന് കാണിച്ചോട്ടെ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം പറയുക. എന്നാൽ ഞാൻ ഈ പറയുന്ന ലൈവ് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ വിഷയമായിട്ടോ ഒന്നുമല്ല. സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലൊരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത്? ഞാൻ ഒരു 5 പോയിന്റോ അല്ലെ 6 പോയിന്റോ പറയാം. അതിനകത്ത് അതിനുള്ള മറുപടി ഇരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ വലിയ ആൾക്കാരായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ളവരുമാണ്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ടൂ അവൈലബിൾ ആയിരിക്കുന്നതുകൊണ്ടാണ്. എന്താ? നിങ്ങൾ എല്ലായിടത്തും അങ്ങ് അവൈലബിളാ. അങ്ങനെ അവൈലബിൾ ആയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടത്തില്ല? ആ വാല്യൂസ് കിട്ടത്തില്ല. എന്ത് കിട്ടത്തില്ല? അന്നേരം നമ്മുടെ വാല്യൂ കുറയുന്നതിന്റെ കാരണം നമ്മുടെ അവൈലബിലിറ്റിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ പണ്ടത്തെ കാലത്ത് ഈ കപ്പ, ചക്ക ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനൊരു ഡിമാൻഡ് ഇല്ല. മനസ്സിലായോ? അപ്പൊ അന്ന് വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക, അല്ലെ ആപ്പിൾ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് വലിയ എന്തായിരുന്നു, വലിയ സംഭവമായി തോന്നും. ഇന്നത്തെ കാലത്തോ ഈ കപ്പയൊക്കെ കഴിക്കുന്ന, ഇപ്പൊ കപ്പ കഴിക്കുന്നതിനകത്ത് പക്ഷെ വ്യത്യാസമുണ്ട്. കാരണം എന്താ, ഇപ്പൊ അവൈലബിലിറ്റി ഇല്ലാതെ, ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് കപ്പയെന്ന് പറഞ്ഞ ഭയങ്കര ഇത്. കാരണം എന്താ, അവിടെ കപ്പയ്ക്ക് എന്തില്ല, അവൈലബിലിറ്റി ഇല്ല. അപ്പം എന്ത് സാധനവും കൂടുതലായിട്ട് അവൈലബിൾ ആണ്, അതിന്റെ ഡിമാൻഡിനെ എന്ത് ചെയ്യും, കുറയും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും സപ്ലൈ കൂടുമ്പോ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡിമാൻഡ് കുറയും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യും, നിങ്ങളെ സമൂഹത്തിൽ വില കൽപ്പിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ടാണ് സമൂഹത്തിന്. മനസ്സിലാവുന്നോ? അടുത്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ അവൈലബിൾ ആവുന്ന ഒരാളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അയാൾ എല്ലാ കാര്യവും കയറി ഏറ്റെടുക്കും. മനസ്സിലാവുന്നോ? എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്തോളാം, അതും ചെയ്തോളാം. പക്ഷെ നിങ്ങൾ നോ പറയാൻ പഠിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? നോ പറയാൻ പഠിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നോ പറയാൻ പഠിക്കുന്നു. യെസ് പറഞ്ഞാൽ, എല്ലാത്തിനും യെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടത്തില്ല. എന്ത് കിട്ടത്തില്ല? റെസ്പെക്ട് കിട്ടത്തില്ല. അപ്പൊ 2 പോയിന്റ്സ് പഠിച്ചോ. അപ്പൊ 2 അവൈലബിൾ ആവാനും പാടില്ല, പിന്നെന്ത് ചെയ്യാൻ പാടില്ല, നോ എന്ന് പറയാൻ പഠിക്കുകയും വേണം. മനസ്സിലായോ? എല്ലാത്തിന്റെ ആൻസർ എസ് എന്നല്ല. മനസ്സിലായോ? ചിലരൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പറയും, അതെനിക്കറിയാം, ഇതെനിക്കറിയാം, അത് ഞാൻ എന്നേ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നു? പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ച് തിരിച്ചു വരുമ്പോഴോ അതിനകത്തുനിന്ന് ഇതെഴുതാൻ മറന്നുപോയി. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറയുന്നേ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവൈലബിലിറ്റി അടിച്ചുകൊണ്ടിരിക്കാനും പാടില്ല, അതോടൊപ്പം തന്നെ നോ പറയാൻ പഠിക്കാതിരുന്നിട്ടും കാര്യമില്ല. ഇനി എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ട സെൽഫ് റെസ്പെക്ട് കൊടുക്കണം. എന്തോ സെൽഫ് റെസ്പെക്ട്? നമുക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കത്തില്ല. മനസ്സിലാവുന്നു? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്ട് മേടിക്കാൻ ശ്രമിക്കുക, പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വാല്യൂസ് കാണുന്നില്ല, നമുക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നതുമില്ല. ഐഡിയ കിട്ടുന്നു? അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ എന്തോ ചെയ്യുന്നു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ അയാൾ തളരുന്നതിന്, അയാൾ ജീവിതത്തിൽ പിന്നിലോട്ട് പോകുന്നതിന് മെയിൻ കാരണം ആരാണ്? അയാൾ തന്നെയാണ്. ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ്, നെൽസൺ തീരുമാനിക്കുക,
ഓ എനിക്ക് സമൂഹത്തിൽ ഒരു വിലയൊന്നുമില്ല, ഞാനൊരു അത്തോപ്പാടിയ, ഞാനിങ്ങനെ വലിയ അറിവില്ലാത്തവന്, മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന നമ്മള് ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുവാന്നേ. അപ്പോഴാണ് നമ്മുടെ വീട്ടിലെ താക്കോല് എന്ത് ചെയ്ത് ഒരെണ്ണത്തിനകത്ത് അങ്ങ് ജാമായി പോയി. അപ്പൊ അടുത്ത ഒരു വെൽഡിങ് ഷോപ്പും ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ആരെ പോയി കാണും? നമ്മൾ വില കൽപ്പിക്കാതിരുന്ന ഒരാളായി അയാളൊരു വെൽഡർ, മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്ന ആള് ആ വെൽഡറിന് വില കൽപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നീഡ് വന്നപ്പോഴാ. അപ്പൊ സൊസൈറ്റിയിൽ എല്ലാവർക്കും എന്തോ ഉണ്ട്, സൊസൈറ്റിയിൽ എല്ലാരെയും ആവശ്യമുണ്ട്. ബ്ലാക്ക് സ്മിത്തിനെ മോൾഡറെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഫിറ്ററെ ആവശ്യമുണ്ട്, ടർണറെ ആവശ്യമുണ്ട്, എഞ്ചിനീയറെ ആവശ്യമുണ്ട്, ഡോക്ടറെ ആവശ്യമുണ്ട്, ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട്, പ്ലംബറിനെ ആവശ്യമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേസ്റ്റ് എടുക്കാൻ ആളില്ലെന്ന് അങ്ങ് വിചാരിക്കുക. എന്തോ വേസ്റ്റ് എടുക്കാൻ ആളേ ഇല്ല ലോകത്ത്. അപ്പൊ എന്തോ നാറി ചത്തുപോതില്ലേ? ഉണ്ടോ? അപ്പൊ അവര് ലോകത്ത് ആവശ്യമാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അവൈലബിലിറ്റി. എപ്പോഴും നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് നമ്മൾ വേണമെങ്കിൽ കക്കൂസും ക്ലീൻ ചെയ്ത് കൊടുക്കും, അതും ക്ലീൻ ചെയ്ത് കൊടുക്കും, എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ അംബാനിയുടെ വീട്ടിൽ ആരും വർക്കിന് പോകുന്നില്ല. ഇങ്ങനെയുള്ള ജോലിക്ക് പോകുന്നില്ല. കാരണം എന്താ? അയാൾ ബഹുമാനം കൊടുക്കുന്നില്ലെന്ന് ഇരിക്കട്ടെ. ആരെങ്കിലും പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ എന്തോ ചെയ്യും പിന്നെ? അത് ആലോചിച്ചോണം. അപ്പൊ എല്ലാ ജോലിക്കും എന്തുകൊണ്ട്, എല്ലാ മനുഷ്യർക്കും എന്തുകൊണ്ട് വാല്യൂസ് ഉണ്ട്. പക്ഷെ അപ്പൊ ആരാണ്? പക്ഷെ ഇത് ആര് വിലയിടുന്നില്ല? അവര് വിലയിടുന്നില്ല. ഒരു ഇലക്ട്രീഷ്യന് വിലയിടുന്ന ആരാ? മറ്റൊരാളല്ല, അയാളാണ് വിലയിടേണ്ടത്. അയാള് വിലയിടുമ്പോഴാണ് ആ യഥാർത്ഥ ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യുന്നത്? ജനിക്കപ്പെടുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൂടുതൽ ചോദിക്കുക എന്നുള്ളതല്ല. മനസ്സിലായോ? പെർഫെക്റ്റ് ആയിട്ടുള്ള അയാൾക്കൊരു വിലയിടുക. കൃത്യമായ രീതിയിൽ വന്ന് എല്ലാ ടൂൾസുമായിട്ട് വന്ന് ഇത് കൃത്യമായി ചെയ്തു തരുമ്പോൾ അയാൾ തരുന്ന ഒരു അപ്രീസിയേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ എന്തോ പറഞ്ഞേ? നിങ്ങൾക്ക് വിലയിടണം, നിങ്ങളെ തിരിച്ചറിയണം. അടുത്ത പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പപ്പയ്ക്കുള്ളൊരു വൃത്തികെട്ട സ്വഭാവം മാറ്റിയിട്ടുണ്ട്. ഇപ്പം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പ്ലെയിനിങ് ഹാബിറ്റ് ഉണ്ട്. എന്താ? ഒരു കാര്യം എന്ത് ചെയ്യും? പറഞ്ഞ് അവരെ മനസ്സിലായോ എന്ന് ചോദിച്ച് ഇതിനകത്ത് ലൈവിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ കൊച്ചിനെ പഠിപ്പിച്ചെടുക്കുക, കുഞ്ഞുങ്ങളെ എന്റെ ഭാര്യയും പഠിപ്പിച്ചെടുക്കുക. അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് നാളെ എന്തുണ്ടാവരുത്, ഇതുകൊണ്ടൊരു മോശം ഉണ്ടാകരുത്. അവർ കൃത്യമായി അത് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഈ പറയുന്ന സാധനം ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൃത്യമായ വായനയില്ലാതെ അല്ലെങ്കിൽ പഠനമില്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ 100 പേര് കേട്ടാൽ അതിനകത്ത് 80 പേർക്ക് ഇത് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. മനസ്സിലാവുന്നു? മനസ്സിലായി. ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്മ പറഞ്ഞെന്ന് പറഞ്ഞാലും 100-ൽ 3% ആൾക്കാരെ അത് പ്രാക്ടീസ് ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ ഇതിനകത്ത് എത്ര പറഞ്ഞേ? 20% പറഞ്ഞു. 80-20 റൂൾസ് പറഞ്ഞു. കാര്യം എന്താ? ഇത് കേൾക്കാൻ തന്നെ തുറക്കുന്നവന് അല്പം എന്തോ ഉണ്ട്, ജ്ഞാനമുണ്ട്. അല്ലെങ്കിൽ അവൻ എന്തോ ഉണ്ട്, ജീവിതത്തെ പറ്റി ഇച്ചിരി തോട്ടുള്ളവനാ ഇത് തുറക്കുകയെങ്കിലും ചെയ്യുന്നേ. ഐഡിയ കിട്ടുന്നോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ആവശ്യമില്ലാത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരുത്തനോട് ഒരു കല്യാണം വിളിക്കാനാ പോകുന്നത് എന്നിരിക്കട്ടെ, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? ജാതകം മൊത്തം പറയാൻ നിൽക്കരുത്. എന്തോ ജാതകം ഒന്ന് പറഞ്ഞ് പഠനമായി, വിദ്യാഭ്യാസമായി, അതായി ഇതായി പഴയ കഥകൾ പറയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണോ പോയത് അത് പറയുക. അവർ ചോദിക്കുന്നതിന് എക്സാക്ട് ആ സാധനത്തിന് മറുപടി കൊടുക്കുക. മനസ്സിലാവുന്നു? അതോടെ എന്ത് ചെയ്യണം? അത് നിർത്തുകയും വേണം. മനസ്സിലായോ? നീയാ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓവർ എക്സ്പ്ലെയിനിങ് ഹാബിറ്റ് ഒന്ന് ഒഴിവാക്കണം. ആവശ്യമുള്ളിടത്തോ ഇത് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് പഠിക്കൂ. പപ്പ ഇനി പറയുന്നതോടെ വെച്ച് ഞാൻ ആ പോയിന്റ്സ് അങ്ങ് പറഞ്ഞു നിർത്തുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പപ്പയുടെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത്, പപ്പ പ്രാക്ടീസ് ചെയ്ത് എടുത്തിട്ടുള്ളതുമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്
കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. മനസ്സിലായോ? അതില്ലാത്തത് ഈ പോസ്റ്റർ, ഐ കോണ്ടാക്ട്, അതെന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിന്റെ ഇമ്പാക്ട് മൊത്തത്തിൽ കുറയ്ക്കും. മനസ്സിലാവുന്നോ? നിങ്ങള് കൃത്യമായ രീതിയിൽ നിങ്ങളെ വിൽക്കാൻ പഠിച്ചാൽ നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ഐ കോണ്ടാക്ട്, നിങ്ങളുടെ ബോഡി പോസ്ചർ, നിങ്ങൾ മനസ്സിലാവുന്നോ? നിങ്ങൾ ചിരിക്കുന്നത്, ചുമ്മാ ഇരുന്ന് ചിരിച്ചാലും പ്രശ്നം. നരേന്ദ്രമോദിയെ കളിയാക്കാൻ കണ്ടിട്ടില്ലേ? അതേപോലെ ആകാൻ പാടില്ല കേട്ടോ. നീ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഇതിനകത്തൂടെ നോക്കുമ്പോ ഇരുന്ന് അങ്ങ് ചിരിക്കുക. പിന്നെ കുഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ കഴുത്ത് തിരിക്കാൻ വയ്യ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. അപ്പൊ കോൺഫിഡൻസ് ഉള്ള ബോഡി ലാംഗ്വേജ് വേണം. മനസ്സിലായോ? അപ്പൊ ഇന്ന് ആരാം എടുക്കരുത് നോക്കട്ടെ. ഇന്ന് പപ്പ പറഞ്ഞ പോയിന്റ്സ് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ ഒരാൾ സമൂഹത്തിൽ വിലമതിക്കുന്നില്ല എന്നിരിക്കട്ടെ, അവനറിയാം നിങ്ങൾക്ക് വില കാണും. അവൻ ഭയങ്കരമായി ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് വില തരാതിരിക്കാൻ ശ്രമിക്കുന്നത്. ആ സമൂഹത്തിൽ നിങ്ങൾ അന്നേരം എന്താണ് ആലോചിക്കേണ്ടത്? നിങ്ങൾ ഇത്രയും അങ്ങ് ചിന്തിച്ചാൽ മതി. നിങ്ങൾ അവർക്ക് വില തരണമെന്നുണ്ടെങ്കിൽ അവര് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കണം. അവര് മദ്യപിക്കാൻ വിളിച്ചാൽ കൂടെ പോകണം. സിഗരറ്റ് വലിക്കുമ്പോൾ വലിക്കുന്നോടാന്ന് ചോദിക്കും. വലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊള്ളാതാവും. നിങ്ങൾ 100 കണക്കിന് വിഷയങ്ങൾ അവർ കണ്ടെത്തും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ 5 പോയിന്റ് നിങ്ങൾ പഠിച്ചോ. ഈ 5 പോയിന്റ് പറയാമെങ്കിൽ ഇന്നൊരു ബൂസ്റ്റ് ഇട്ട ചായ വേറെ അഡീഷണൽ. അവൈലബിൾ ആവരുത്. എപ്പോഴും അവൈലബിൾ ആവരുത്. നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കണം. നമുക്ക് വാല്യൂ ഇടണം. ആരാ പറയുന്നതെന്ന് പറയാം ആദ്യം. ഞാൻ നമ്മള് പറഞ്ഞു നമുക്ക് തന്നെ വാല്യൂ ഇടണം. ഓക്കെ. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പാടില്ല. വെരി ഗുഡ് പോയിന്റ്. പറയരുത്. പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യരുത്. 3 4 ഒരെണ്ണം എപ്പോഴും അധികം ചിരിക്കില്ലെന്ന്. അല്ല, ആവശ്യമില്ലാത്ത. അപ്പൊ അവൾ പറഞ്ഞില്ല, അവളെ പോയി ബോഡി ലാംഗ്വേജ്. ഇനി നീയാ നല്ല പറഞ്ഞ അവൈലബിൾ ആകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നോ പറയുന്നിടത്ത് നോ പറയുക. 2 നമ്മളെ തന്നെ നമ്മൾ റേറ്റ് ചെയ്യുക. നമുക്ക് തന്നെ നമ്മൾ വിലയിടുക. ഓക്കെ. ഞാനിപ്പോ പറഞ്ഞില്ലേ, കേട്ടില്ലേ? അപ്പം നാണക്കേട് വന്ന് ഇനിയിപ്പൊ ലിനിക്ക് അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യമില്ലെന്നുള്ള ഇതേ ഉള്ളു കാര്യം. നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഒരു സാധനത്തെ എടുക്കുന്നതെന്നുള്ളത്. നിങ്ങളിപ്പം ഇത് കേൾക്കുന്ന ഇത്രയും പേര് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും നിങ്ങളുടെ മെമ്മറി പവറിനെ പറ്റിയും എല്ലാം നിങ്ങൾ ഇനി അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട. നാളെ നിങ്ങളെ പറ്റി അവരോട് ഇത്രയും അങ്ങ് ക്വാളിറ്റി ആണ് നിങ്ങൾ ഇനി പറയുകയും വേണ്ട. എന്നാ പിന്നെ ലിനിക്ക് ഒരു അവസരം തരാം. പറഞ്ഞു. ബൂസ്റ്റ് ഇട്ട ചായ വേണ്ട. ഓക്കെ, പറയണ. വേണ്ട. 1 2 പിന്നെ നമ്മൾ എല്ലാ കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. 3 നമ്മുടേതായ ഒരു ബോഡിയെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കും. 4 അത് പറഞ്ഞു. പിന്നെ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ ഇടണം. അങ്ങനെ ബൂസ്റ്റ് ഇട്ട ചായ അല്ല എനിക്ക്. കാരണം മനസ്സിലായി, ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീക്ക് ഇത് പറയാൻ പറ്റിയപ്പോൾ 0.5 സെക്കൻഡ്സ് കൊണ്ടാണ്. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം. ഭയങ്കര സ്പീഡ് പറ. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കരുത്. നോ പറയേണ്ടത് നോ പറയണം. അധികം എക്സ്പ്ലെയിൻ ചെയ്യരുത്. ബോഡി ലാംഗ്വേജ്. പിന്നെ നമുക്ക് വാല്യൂ ഇടണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പഠിച്ചിരിക്കുന്നു. അപ്പൊ എന്താ അമ്മോനോട് പറ. അവൈലബിൾ ആയിരിക്കരുത്. എപ്പോഴും എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കരുത്. നോ പറയരുത്. നോ പറയണം. ബോഡി ലാംഗ്വേജ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം നിങ്ങൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സ്പീഡിലും ഫാസ്റ്റിലും. അപ്പൊ എന്താണ് നിങ്ങൾ? അതാണ് കോൺസെൻട്രേഷൻ. മനസ്സിലാവുന്നോ? ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഇതിനൊരു ക്ലൈമാക്സ് പറയാം. ഒരു ഡയലോഗ് പറഞ്ഞു നിർക്കാൻ നിങ്ങൾക്ക് എന്തോ പറയാം? ഇതിനകത്ത് എന്തോ പറയാം? ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ മാറ്റില്ല. പഠിച്ചോണം. മനസ്സിലായോ? നിങ്ങൾക്ക് വില കൊടുക്കേണ്ടത് നിങ്ങളാ. അപ്പൊ നിങ്ങളെ ലോകം ഫോളോ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എപ്പോഴാണ് നിങ്ങളെ മാറ്റാൻ ആര് പിന്നാലെ വരത്തില്ല? ലോകം വരില്ല. പക്ഷെ നിങ്ങൾ മാറിക്കഴിയുമ്പം ലോകം നിങ്ങളുടെ പിന്നാലെ വരും. പഠിച്ചോ? ഇനി പഠിക്കൂ. അപ്പൊ ഈ ലൈവ് നിങ്ങൾക്ക് ഗുണകരമായി എങ്കിൽ നിങ്ങൾ ദയവായി മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.